Hi all, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GSTയിലെ രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ അണ്ടർ GST നമുക്കറിയാവുന്നതാണ്. ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. Is to be paid by a taxable person. Is to be paid by a taxable person. Okay. So that means ഒരു പേഴ്സൺ സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസ് ഓർ ബോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ടാക്സ് പേ ചെയ്യുന്ന എപ്പോഴാണ് അയാളൊരു ടാക്സബിൾ പേഴ്സൺ ആകുമ്പോഴാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ നമുക്ക് ആ ഒരു വേർഡിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 107 ആണ് എന്ത് പറയുന്നത്, ടാക്സബിൾ പേഴ്സൺ. ടാക്സബിൾ പേഴ്സൺ നോക്കാം. Section 2 subsection 107 of CGST Act, a taxable person means a person who is registered or liable to be registered under section 22 or 24. Okay. A taxable person means a person who is registered or liable to be registered or liable to be registered under section 24 or section 22 or 24. Okay. So section 22 പ്രകാരമോ അല്ലെങ്കിൽ 24 പ്രകാരമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സബിൾ പേഴ്സൺ. ഓക്കെ. സോ ടാക്സബിൾ പേഴ്സൺ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടാക്സ് കളക്ട് ചെയ്തിട്ട്, സോ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ബോത്ത് ടാക്സ് കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ടാക്സ് നമ്മൾ കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. ഓക്കെ. ദെൻ സോ ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ രണ്ട് സെക്ഷൻ പറഞ്ഞു, 22, 24. ഓക്കെ. സോ രജിസ്ട്രേഷൻ നമ്മൾ ഇത്രയും സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 22 പേഴ്സൺ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ, ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. ദെൻ സെക്ഷൻ 23 പേഴ്സൺ നോട്ട് ലയബിൾ. ഓക്കെ. ഈ ആൾക്കാർ എന്ത് ചെയ്യേണ്ട, GST രജിസ്ട്രേഷൻ എടുക്കണ്ട. പേഴ്സൺ നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. Then section 24 കമ്പൽസറി രജിസ്ട്രേഷൻ. ഈ പറയുന്ന ആൾക്കാർ എന്താണ്, കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ദെൻ സെക്ഷൻ 25 പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ദെൻ സെക്ഷൻ 26 ഡീംഡ് രജിസ്ട്രേഷൻ, ഡീംഡ് രജിസ്ട്രേഷൻ. ദെൻ സെക്ഷൻ 27 special provision relating to casual taxable person and non-resident taxable person. Casual taxable person and non-resident person ഉള്ള special registration provisions ആണ് section 27. Then section 28 നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ അമെൻമെന്റ്സ് വരുത്തണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 28 പ്രകാരമാണ്. ദെൻ സെക്ഷൻ 29 cancellation or suspension of registration, cancellation or suspension of registration. Then section 30 revocation of cancellation. സോ നേരത്തെ ക്യാൻസൽ ചെയ്തത് അത് റിവോക്ക് ചെയ്യാനായിട്ട്. ഓക്കെ. സോ അതോറിറ്റി സസ്പെൻഡ് ചെയ്യുന്നതാണ് ഞാൻ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. സോ അതോറിറ്റി അത് സസ്പെൻഡ് ചെയ്തു, അത് റിവോക്ക് ചെയ്ത് എനിക്ക് വീണ്ടും ക്യാൻസൽ ചെയ്തത് റിവോക്ക് ചെയ്ത് വീണ്ടും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ട് തന്നെ അറിയപ്പെടുന്നുണ്ടെങ്കിലാണ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. സോ ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 22 to section 30. Okay. So first one, section 22.
section 22 person liable for registration. Person liable for registration. ശ്രദ്ധിക്കുക, സെക്ഷൻ 22 സബ്സെക്ഷൻ 1 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. Every supplier shall be liable to be registered under this act in the state or union territory or other than special category states from where he makes a taxable supply of goods or service or both, if his aggregate turnover in a financial year exceeds 20 lakhs rupees, 20 lakhs, provided that where such a person makes a taxable supply of goods or services from or both from any special category states, he shall be liable to be registered if his aggregate turnover in the financial year exceeds 10 lakhs. Further, provided that government may, at the request of a special category state and on the recommendation of council, enhance the aggregate turnover referred in the first proviso from 10 lakhs rupees to such amount not exceeding 20 lakhs rupees and subject to such condition and limitations as may be notified. Okay. Then provided also that the government may request of a state on the recommendation of council enhance the aggregate turnover of 20 lakh rupees, such amount not exceeding 40 lakh rupees. In case of supplier who engaged exclusively in the supply of goods, exclusively in the supply of goods, subject to such condition and limitation as may be notified. For the purpose of this subsection, a person shall be considered to be engaged exclusively in the supply of goods even if he is engaged in exempt supply of services provided by way of extending deposits, loans or advances in so far as the consideration is presented by way of interest or discount. Okay. So ഒന്ന് ശ്രദ്ധിക്കുക, സെക്ഷൻ സബ്സെക്ഷൻ 1 പറയുന്നത് നമുക്ക് ഓരോ വേർഡും ശ്രദ്ധിക്കാം. എവരി supplier shall be liable to be registered in a state or union territory. That means നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സ്റ്റേറ്റിൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് രജിസ്ട്രേഷൻ അല്ല, ഓരോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഓരോ യൂണിയൻ ടെറിട്ടറിയിൽ നമുക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വേണം. സപ്ലയർ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് അതർ ദാൻ സ്പെഷ്യൽ കാറ്റഗറി states. Okay. So then now we discuss here special category states from where he makes a taxable supply of goods or services or both. Okay. So goods or services or both in a financial year exceeds 20 lakhs. Okay. So aggregate turnover in a financial year exceeds 20 lakhs. Then you know, provided that makes a taxable supply of goods or service or both special category states anagil special category states anagil liable to be registered if aggregate turnover is greater than 10 lakhs. So പിന്നെ ഒരു പോയിന്റ് പറയുന്നത് എന്താണ്, ഗവൺമെന്റ് മേ at the request of government, a request of special category states, government may at the request of special category states on recommendation
recommendation of GST Council. Okay. So GST Council in the recommend പ്രകാരം എന്ത് ചെയ്യാം, എൻഹാൻസ് ക്യാൻ ലിമിറ്റ് 10 lakh എന്നുള്ളത് എന്ത് ചെയ്യാം, എൻഹാൻസ് ചെയ്ത് 20 lakhs വരെ ആക്കാം. ദെൻ ഇനി അടുത്ത പിന്നെ ശ്രദ്ധിക്കേണ്ട, ഗവൺമെന്റ് മേ ഓൺ എ റിക്വസ്റ്റ് ഓഫ് state, okay, plus recommendation of council, enhance the limit of rupees 20 lakhs to 40 lakhs. Okay. In case of exclusive supply of goods. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, very important. Section 22 subsection 1. Okay. നമുക്ക് പറയുകയാണെങ്കിൽ registration limit മൂന്നായിട്ട് തിരിക്കാം. രജിസ്ട്രേഷൻ ലിമിറ്റ്, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്, special category states. Special category states in ഏതൊക്കെയാണ്? മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. സോ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഇത്രയാണ്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ് ഓർ ബോത്ത്, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 10 lakh വരെയാണ്. ഇഫ് ഇറ്റ് എക്സീഡ്സ് 10 lakhs ആണ് നമുക്ക് എന്ത് വേണ്ടത്, രജിസ്ട്രേഷൻ വേണ്ടത്. ഓക്കെ. സോ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഫിനാൻഷ്യൽ ഇയറിൽ 10 lakh എക്സീഡ് ചെയ്താലാണ് നമുക്ക് വേണ്ടത്. ദെൻ പുതുച്ചേരി, ഉത്തരാഖണ്ഡ്, പുതുച്ചേരി, ഉത്തരാഖണ്ഡ്, മേഘാലയ, പുതുച്ചേരി, ഉത്തരാഖണ്ഡ്, മേഘാലയ, പുതുച്ചേരി, ഉത്തരാഖണ്ഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, then Sikkim and Telangana. So ഇത്രയും ഈ സ്റ്റേറ്റ്സിലെ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ് ഓർ ബോത്ത് എല്ലാ കേസിലും aggregate turnover up to 20 lakh ആണ്. If it exceeds 20 lakhs then registration, liable for registration. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. then ഇവിടെയാണ് ആ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇവർക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് 20 lakhs വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ, നോർമൽ സ്റ്റേറ്റ്സിന് അതായത് പുതുച്ചേരി, ഉത്തരാഖണ്ഡ്, മേഘാലയ, ആന്ധ്രാപ്രദേശ്, സിക്കിം ആൻഡ് തെലങ്കാന
supply of goods, supply of service plus both ഉണ്ടെങ്കിൽ aggregate turnover 20 lakh per registration വേണ്ട. If it exceeds 20 lakhs then registration വേണം. Then ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത് ഈ പറഞ്ഞ സ്റ്റേറ്റ്സ് ആസാം, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ് and other states or union territories. ഈ കേസിൽ നമുക്ക് കൊടുക്കാം. ഈ കേസിൽ സോ നമ്മുടെ കേരള ഇതിനകത്ത് വരുന്നതാണ്, അതർ സ്റ്റേറ്റ്സിൽ വരുന്നതാണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓൺലി, സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രമാണെങ്കിൽ എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ്, എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രമാണെങ്കിൽ നമുക്ക് എത്രയാണ്? അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 lakh എക്സീഡ് ചെയ്താൽ മാത്രം നമുക്ക് രജിസ്ട്രേഷൻ മാൻഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അല്ലാതെ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ് ഓർ ബോത്ത് രണ്ടും ഉണ്ടെങ്കിൽ സോ അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 lakhs എക്സീഡ് ചെയ്താൽ രജിസ്ട്രേഷൻ മാൻഡേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, സോ ഇതാണ് സെക്ഷൻ 22 സബ്സെക്ഷൻ 1 പറയുന്നത്. നോർമൽ സ്റ്റേറ്റ്സിന് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിലും സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിലും ബോത്ത് ആണെങ്കിലും 20 lakhs ആണ്. സോ അത് വരുന്ന ആർക്കൊക്കെയാണ്? പുതുച്ചേരി, ഉത്തരാഖണ്ഡ്, മേഘാലയ, ആന്ധ്രാപ്രദേശ്, സിക്കിം ആൻഡ് തെലങ്കാന. 20 lakhs സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിലും സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിലും ബോത്ത് ആണെങ്കിലും 20 lakhs രജിസ്ട്രേഷൻ വേണ്ട. ബട്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര സപ്ലൈ ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് സർവീസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ 10 lakh വരെ വേണ്ട. ഇഫ് ഇറ്റ് എക്സീഡ്സ് 10 lakh then liable to be get registered. Okay, then ഇവിടെയാണ് മൂന്നാമത്തെ പോയിന്റ്. ആസാം, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ് ആൻഡ് അതർ സ്റ്റേറ്റ്സ്. സോ നമ്മുടെ കേരളം ഉൾപ്പെടെ അതിൽ വരുന്നതാണ്. സോ ഇവിടെ എന്താണ്? എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് എത്രയാണ്? 40 lakhs വരെ എന്ത് വേണ്ട? രജിസ്ട്രേഷൻ വേണ്ട. ഇഫ് ഇറ്റ് എക്സീഡ്സ് 40 lakhs then liable to be get registered. then സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അല്ലെങ്കിൽ രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ്? 20 lakhs. സോ ഇതാണ് സെക്ഷൻ 22 സബ്സെക്ഷൻ 1 പറയുന്നത്. സെക്ഷൻ 22 സബ്സെക്ഷൻ 1. ഓക്കെ, then next one, every person who on the day immediately preceding the appointed day, okay, immediately preceding the appointed day is registered or holds a license under the existing law shall be liable to be registered under this act with effect from appointed day. Okay, so ഇതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ 22 സബ്സെക്ഷൻ 1 നമുക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ഒന്നുമില്ല. എന്താണ് രജിസ്ട്രേഷൻ ലിമിറ്റ്? നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ബേസിസിൽ പറഞ്ഞു. ദെൻ സെക്ഷൻ 22 സബ്സെക്ഷൻ 2 പറയുന്നത് സെക്ഷൻ 22 പേഴ്സൺ രജിസ്റ്റേർഡ് ആണ് അണ്ടർ ആൻ എക്സിസ്റ്റിംഗ് ലോ, under an existing law. So അത് VAT രജിസ്ട്രേഷൻ ആകാം, സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ആകാം, എക്സെട്ര. ഓക്കെ, സോ ഈ പറയുന്ന എന്തെങ്കിലും രജിസ്ട്രേഷൻ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ taxable person registered under this act hold a license under existing registered or hold a license under the existing law shall be liable immediately preceding the day. Okay, so who is on the day immediately? So appointed day എന്ന് പറയുന്നത് appointed day എന്ന് പറയുന്നത് 22/6/2017 ആണ്. സോ ഇതിന് തൊട്ടുമുമ്പുള്ള ദിവസം ഈ പറയുന്ന ഏതെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ ഓൾറെഡി വാറ്റ് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ സർവീസ് ടാക്സ് രജിസ്ട്രേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ shall be liable to be registered under this act with effect from the appointed day. Okay. So with effect from appointed day എന്താണ്? liable to be registered. So എന്തിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം? GST-ലോട്ട്. appointed day with effect from appointed day നമ്മൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? എക്സിസ്റ്റിംഗ്, അതായത് നിലവിലുള്ള രജിസ്ട്രേഷൻ എങ്ങോട്ട് മാറണം? നമ്മൾ GST-ലോട്ട് മാറണം. Then third one,
where a business carried on by a taxable person registered under this act transferred, where on account of succession or otherwise, to any other person as a going concern, then the transferee or the successor, as the case may be, shall be liable to be registered with effect from the date of such transfer or succession. So section 22 subsection 3 ൽ എന്താണ് പറയുന്നത്? ഒരു ബിസിനസ് carried on by a registered person എന്ത് ചെയ്യുവാണ്? ട്രാൻസ്ഫർ അല്ലെങ്കിൽ സക്സഷൻ to another person as going concern, then the transferee or successor okay. So transferee അല്ലെങ്കിൽ successor shall be liable for registration. So ഈ ഒരു ബിസിനസ് ഗോയിങ് കൺസേൺ ആയിട്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സക്സഷൻ വരികയാണെങ്കിൽ ട്രാൻസ്ഫറി അല്ലെങ്കിൽ സക്സസർ liable to be registered under this act. Okay. Then last one, 12 subsection 4. Notwithstanding anything contained in subsection 1 and 3, in case of transfer pursuant to sanction of a scheme or an agreement for amalgamation, or as the case may be, demerger of two or more companies pursuant to an order of a high court, tribunal, otherwise, the transferee shall be liable to be registered from the date on which the registrar of companies issue a certificate of incorporation giving the effect to such order of high court or tribunal. Okay. So section 22 subsection 4 എന്താണ് പറയുന്നത്? ഇവിടെയും എന്താണ്? ബിസിനസ് ട്രാൻസ്ഫർ ആണ്, ഒന്നെങ്കിൽ amalgamation or demerger, okay, pursuant to a court order or tribunal. Then demerger of two or more companies pursuant to a, then the transferee shall be liable to be registered. So ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്, then transferee shall be liable to be registered. Okay. So ഇതാണ് സെക്ഷൻ 22 പറയുന്നത് പേഴ്സൺ ലയബിൾ. 22 സബ്സെക്ഷൻ 1 പറയുന്നത് എന്താണ്? രജിസ്ട്രേഷൻ ലിമിറ്റിന്റെ ബേസിസിലാണ് പറയുന്നത്. സോ 20 lakh, 10 lakh, 40 lakh as the case may be. Then സെക്ഷൻ 22 സബ്സെക്ഷൻ 2 പറയുന്നത് എക്സിസ്റ്റിംഗ് ലോയില് എന്താണ്? അപ്പോയിന്റഡ് ഡേയിൽ എക്സിസ്റ്റിംഗ് ലോ പ്രകാരം എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എന്താണ്? പ്രയർ ടു അപ്പോയിന്റ് ഡേക്ക് തൊട്ടുമുള്ള ദിവസം വേറെ ഏതെങ്കിലും വാറ്റ് രജിസ്ട്രേഷനോ സർവീസ് ടാക്സ് രജിസ്ട്രേഷനോ അങ്ങനെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ GST വിത്ത് എഫക്ട് ഫ്രം അപ്പോയിന്റഡ് ഡേറ്റ് മുതൽ GST മാറണം. Then transfer or succession ആണെങ്കിൽ another person as going concern, then the transferee or successor shall be liable to be get registered. Okay. Then ഇവിടെ amalgamation അല്ലെങ്കിൽ demerger പറയുന്ന കേസ് ആണെങ്കിൽ transferee liable to be get registered from എന്നാണ് ഡേറ്റ്. ഏത് ഡേറ്റ് ആണ്? registrar of companies issues ഇഷ്യൂ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ.
Registrar of Companies certificate of incorporation issue ചെയ്യുന്ന ഡേറ്റിൽ എന്ത് ചെയ്തിരിക്കണം? Liable to be get registered. Okay. So section 22 നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ subsection 1 എന്താണ് പറയുന്നത്? ലിമിറ്റ് ആണ്. രജിസ്ട്രേഷൻ ലിമിറ്റ് ആണ് പറയുന്നത്. രജിസ്ട്രേഷൻ ലിമിറ്റ്. സോ നമുക്ക് ഇത് എന്ത് പറയാം? 20 lakh പറഞ്ഞു. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 10 lakh പറഞ്ഞു. ദെൻ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെ, എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ 40 lakh സർട്ടൻ സ്റ്റേറ്റ്സും പറഞ്ഞു. ദെൻ സബ്സെക്ഷൻ 2 എന്തായിരുന്നു? ഓൾറെഡി person registered under existing law, then from the appointed date മുതൽ ഇതിനകത്തോട്ട് കൺവേർട്ട് ചെയ്യണം, GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ദെൻ സബ്സെക്ഷൻ 3 എന്താണ് പറയുന്നത്? സബ്സെക്ഷൻ 3 ട്രാൻസ്ഫർ ഓർ സക്സഷൻ ആസ് ഗോയിങ് കൺസേൺ. ട്രാൻസ്ഫർ ഓർ സക്സഷൻ ആസ് ഗോയിങ് കൺസേൺ. ഇങ്ങനെയാണെങ്കിൽ എന്ത് വരും? ട്രാൻസ്ഫറി അല്ലെങ്കിൽ സക്സസർ. ഫ്രം ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓർ സക്സഷൻ. ദെൻ സബ്സെക്ഷൻ 4 എന്താണ് പറയുന്നത്? അമാൽഗമേഷൻ അല്ലെങ്കിൽ demerger on pursuance of court order or tribunal order. Then transferee shall be liable from date എന്നാണ് a registrar of companies certificate of incorporation കൊടുക്കുന്ന അന്ന് ആ ഡേറ്റ് മുതൽ liable to be get registered. ആ ഡേറ്റ് മുതൽ ലയബിൾ ആണ് എന്ത്? രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഓക്കെ. സോ ഫസ്റ്റ് കേസ് എന്താണ് പറയുന്നത്? ലിമിറ്റിന്റെ പ്രീവിയസിൽ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ബേസിസിലാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഇയറിലെ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ബേസിസിലാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഓൾറെഡി ഞാൻ പഴയ ലോയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ അപ്പോയിന്റഡ് ഡേ മുതൽ എങ്ങോട്ട് മാറണം? പുതിയ ലോയറിലെ GSTയിലോട്ട് മാറണം. Then transfer and succession by as a going concern to another person, then the transferee or successor will be liable to be get registered from the date of transfer or succession. Then fourth one, amalgamation or demerger, then transferee from the date of registrar of companies certificate of incorporation കൊടുക്കുന്ന ഡേറ്റ് മുതൽ liable to be get registered. Okay. So ഇതാണ് സെക്ഷൻ 22 പറയുന്നത്. സെക്ഷൻ 22 പറയുന്നത്. Then subsection 1, 2, 3, 4. സബ്സെക്ഷൻ 1 ശ്രദ്ധിക്കേണ്ടത് 3 ടൈപ്പ് ഓഫ്. സോ നോർമലി 20 lakhs മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് ആൻഡ് ത്രിപുര ആണെന്നുണ്ടെങ്കിൽ 10 lakhs. ദെൻ ആസാം, ജമ്മു ആൻഡ് കാശ്മീർ, അതർ സ്റ്റേറ്റ്സ്, ഉത്തരാഖണ്ഡ്, മേഘാലയ, ആന്ധ്രാപ്രദേശ്, സിക്കിം, തെലങ്കാന ആണെന്നുണ്ടെങ്കിൽ 20 lakhs. Then Assam, Jammu and Kashmir, Himachal Pradesh and other states, നമ്മുടെ കേരളം ഉൾപ്പെടെ വരുന്ന അതർ സ്റ്റേറ്റ്സ് വരുന്നത് അവർക്ക് എന്താണ്? എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സോ എത്ര വരെയാണ്? അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 lakhs. ദെൻ സപ്ലൈ ഓഫ് സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് പ്ലസ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ 20 lakhs. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, സെക്ഷൻ 23. സെക്ഷൻ 23. Section 23. Person not liable for registration. Person not liable for registration. So section 23. Person not liable for registration. First one. A person engaged exclusive in business or supply of goods or services not liable for tax or wholly exempt from tax. Okay. Person engaged exclusively in supplying
എന്താകാം, ഗുഡ്സ് ആകാം, സർവീസസ് ആകാം. സോ ഇതെല്ലാം എന്തായിരിക്കണം, നോട്ട് ലയബിൾ ടു ടാക്സ് or wholly exempt from tax. Okay. So അതായത് ഒരു പേഴ്സൺ അയാൾ കൊടുക്കുന്ന സപ്ലൈസ് എല്ലാം ഒന്നുകിൽ നിൽ റേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സംപ്റ്റഡ്, അല്ലെങ്കിൽ നോൺ ടാക്സബിൾ സപ്ലൈസ് ആകാം. ഓക്കെ. സോ ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് ടാക്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അയാൾ എക്സ്ക്ലൂസീവ്ലി അങ്ങനെ ടാക്സ് കളക്ട് ചെയ്യേണ്ട ടാക്സബിൾ സപ്ലൈസ് ഒന്നും തന്നെ പുള്ളിക്കില്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, നോട്ട് ലയബിൾ ടു ബി ഗെറ്റ് രജിസ്റ്റർ. ദാറ്റ് മീൻസ് എത്ര അവിടെ ആ ലിമിറ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അയാൾ കൊടുക്കുന്ന എല്ലാം എന്താണ്, എക്സ്ക്ലൂസീവ് സപ്ലൈങ്, നോട്ട് ടാക്സ് ചെയ്യേണ്ടാത്ത സപ്ലൈസ് മാത്രമേ, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആകാം, സപ്ലൈ ഓഫ് സർവീസ് ആകാം, എന്താണെങ്കിലും അയാൾ ടാക്സബിൾ സപ്ലൈ ഒരെണ്ണം പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ലയബിൾ ടു ബി registered. Okay. Then second one, an agriculturist. An agriculturist. Okay. So ഒരു ഇൻഡിവിജ്വലിനും എച്ച് എഫിനും ആണ് ഇത് പറയുന്നത്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എച്ച് എഫിനും മാത്രമാണ് പറയുന്നത്. agriculturalist, individual അല്ലെങ്കിൽ HUF, to the extent of supply of produce out of cultivation of land. Okay. So agricultural ലാൻഡിനെ നടത്തില്ല, അതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡ്യൂസ്, അതിൻ്റെ സപ്ലൈ നടത്തിക്കഴിഞ്ഞാൽ എന്താണ്, അഗ്രികൾച്ചറിസ്റ്റിന്, ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ എച്ച് എഫിനോ ആണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്, ഈ നോട്ട് ലയബിൾ ടു ബി ഗെറ്റ് രജിസ്റ്റേർഡ് വരുന്നത്. ഓക്കെ. സോ കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഇൻഡിവിജ്വൽ എച്ച് എഫ്, കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ബൈ ഓൺ ലേബർ, ബൈ ലേബർ ഓഫ് ഫാമിലി, by servants on wages payable in cash or in kind, or by hired labor under personal supervision or by personal supervision of any member of the family. അല്ലേ? സോ ഒന്നുകിൽ സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ഓൺ, ദെൻ എച്ച് എഫ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സെർവൻസിന് നിർത്താം, അവർക്ക് വേജസ് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് ഇൻ കൈൻഡ്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം, വേജ് ആയിട്ട് കൊടുക്കാം, ഓർ ഇൻ കൈൻഡ് ആയിട്ട് കൊടുക്കാം. സോ ഇതെല്ലാം മേൽനോട്ടം ആരായിരിക്കണം, ഈ പറഞ്ഞ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ എച്ച് എഫിലെ ഫാമിലി മെമ്പറോ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, നോട്ട് ലയബിൾ ടു ബി ഗെറ്റ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22. Then next one, third one പറയുന്നത് സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് പേഴ്സൺ നോട്ടിഫൈഡ് ബൈ ഗവൺമെന്റ്, സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് persons. Okay. So under the first one, the specified person making only reverse charge supplies. So reverse charge mechanism എന്താണ്, so ആരാണോ സപ്ലൈ, റെസിപ്പിയന്റ് ഓഫ് സപ്ലൈ, ഹൗ ടു പേ ടാക്സ് ടു ദ ഗവൺമെന്റ്. സോ പേഴ്സൺ എന്താണ്, ഈ കേസിൽ എന്താണ്, ഞാനൊരു പേഴ്സൺ ആണ്, ഞാൻ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന സപ്ലൈസ് മാത്രമാണെങ്കിൽ എനിക്ക് എന്തിൻ്റെ ആവശ്യമില്ല, രജിസ്ട്രേഷൻ്റെ ആവശ്യം വരുന്നില്ല. The next one, person making interstate supply of taxable services. Interstate supply of taxable services up to 20 lakh or 10 lakh. Special category state ആണെങ്കിൽ as the case may be. Special category states ആണെങ്കിൽ 20 lakh എന്നുള്ള എത്രയാവും,
10 lakhs. ഒന്ന് ശ്രദ്ധിക്കാം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് സപ്ലൈ കൊടുക്കുക. ടാക്സബിൾ സർവീസസ്. ഓക്കെ, സോ ടാക്സബിൾ, ഇവിടെ ടാക്സബിൾ ഗുഡ്സിന്റെ പറയുന്നില്ല, ടാക്സബിൾ സർവീസസ് അലോൺ. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ടാക്സബിൾ സപ്ലൈസ് കൊടുക്കുകയാണെങ്കിൽ 20 ലക്ഷം വരെ, അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് അല്ലാണെങ്കിൽ 10 lakhs വരെ എന്താണ് അവിടെ എന്തോ ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല, ടാക്സബിൾ സപ്ലൈസ് ഓൺലി. ടാക്സബിൾ സപ്ലൈ 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വരെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട, രജിസ്ട്രേഷൻ not liable to be get registered. Okay. Then next point, next one, person making interstate supply. Interstate supply. Person making interstate supply of notified handicraft goods. Craft goods. So notified handicraft goods up to 20 lakhs or 10 lakhs. Special category states anagil 10 lakhs as the case may be. Then next one, then casual taxable person making interstate taxable supply of notified handicraft goods up to 20 lakhs. So ഇവിടെയും എന്താണ് 10 lakhs വരും, നോട്ടിഫൈഡ് സ്റ്റേറ്റ്സ് ആണ്. Casual taxable person. Then casual taxable person making interstate supply of interstate taxable supply എന്തായിരിക്കണം, taxable supply of handicraft goods up to 20 lakh. Special category states ആണെന്നുണ്ടെങ്കിൽ 10 lakhs. Then next one, so ശ്രദ്ധിക്കാം 23 person not liable for registration, person engaged exclusive in supply of non-taxable goods അല്ലെങ്കിൽ exempted goods. Then specified category of person making reverse charge mechanismത്തിൽ മാത്രം സപ്ലൈസ് ഉള്ളത്. Intrastate supply of taxable services. Then person making interstate taxable supplies. Then person making interstate supply of notified handicraft goods up to 20 lakhs. Then casual taxable person interstate supply taxable handicraft up to 20 lakh or 10 lakh. Okay. നോക്കാം, interstate supply. Supply of goods ആകാം, supply of services ആകാം. Okay. Supply of services ആണെങ്കിൽ up to 20 lakhs or special category state ആണെങ്കിൽ 10 lakh വരെ എന്ത് വേണ്ട, രജിസ്ട്രേഷൻ മാൻഡേറ്റ് ചെയ്യുന്നില്ല. ഗുഡ്സ് ആണെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണെങ്കിൽ എത്ര വരെ കിട്ടും, 20 lakh or 10 lakh. സോ അതർ ഗുഡ്സ് ആണെങ്കിൽ
ഇവൻ ഒരു ഏറ്റവും എന്താണ് എന്ത് ഇൻ്റർസ്റ്റേറ്റ് ആയിട്ട് അതർ ഗുഡ്സ് ആണ് സപ്ലൈ വരുന്നെങ്കിൽ ഇവൻ ഏറ്റവും നോർമൽ ആയിട്ടുള്ള ₹1 ₹1 പോലും എന്ത് ചെയ്താൽ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ ഇവൻ സ്മോൾ എമൗണ്ട് ഓഫ് ₹1 പോലും എന്തിന് ലയബിൾ ആകും? ടാക്സ്. ദാറ്റ് മീൻസ് രജിസ്ട്രേഷന് ലയബിൾ ആകും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ, സർവീസ് ആണെങ്കിൽ 20 lakh വരെ, സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ 10 lakhs. ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ വരുന്ന ഗുഡ്സിനകത്ത് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണെങ്കിൽ 20 lakh, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 10 lakh. സോ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് അല്ലാതെ ഏതെങ്കിലും ഗുഡ്സ് ആണെങ്കിൽ ₹1 ഇന്റർസ്റ്റേറ്റ് സപ്ലൈ നടന്നാലും എന്തിന് ലയബിൾ ആകും? ലയബിൾ ടു ബി ഗെറ്റ് രജിസ്റ്റേർഡ്. ഓക്കെ, ദെൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രമാണ്. സപ്ലൈ ഓഫ് ഗുഡ്സ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ്, അതർ ഗുഡ്സ്. ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണെങ്കിൽ എത്രയാണ്? 20 lakh, അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ 10 lakh. അതർ ഗുഡ്സ് ആണെങ്കിൽ ഇവൻ ₹1 ആണെങ്കിൽ പോലും ലയബിൾ ടു ബി ഗെറ്റ് രജിസ്റ്റേർഡ്. ഓക്കെ, സോ ഇതാണ് സെക്ഷൻ 23 പറയുന്നത്. ആർക്കൊക്കെയാണ്? പേഴ്സൺ എക്സ്ക്ലൂസീവ്ലി എൻഗേജ് സപ്ലൈ ഓഫ് എക്സം സപ്ലൈ പ്ലസ് അഗ്രികൾച്ചറലിസ്റ്റ്, ഇൻഡിവിജ്വൽ എക്സ്ചീഫിനാണ് അത് പറയുന്നത്. ദെൻ സ്പെസിഫൈഡ് കാറ്റഗറി ഓൺലി റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ മാത്രം സപ്ലൈ നടത്തുന്നവർ. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ, ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ 10 lakh or 20 lakh. പേഴ്സൺ മേക്കിംഗ് നോട്ടിഫൈഡ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണെങ്കിൽ 20 lakh, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 10 lakh വരെ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണെന്നൊക്കെ ഉള്ളത്. So a person occasionally undertakes a transaction involving supply of goods or services in the course or furtherance of business, whereas a principal or agent in a state or union territory where he has no fixed place of business. So fixed place of, so കേരളയിലാണ് എൻ്റെ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. സോ എന്തെങ്കിലും ഒരു ജോബ് ഫെയറിലോ വല്ലതും വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? തമിഴ്നാട്ടിൽ വന്ന് അവിടെ സപ്ലൈ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ വിളിക്കാം? കാഷ്വൽ. സോ എനിക്ക് അവിടെ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല, ബട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫെയറിൽ വന്നിട്ട് ഞാൻ സപ്ലൈ നടത്തുകയാണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആകാം, സപ്ലൈ ഓഫ് സർവീസ് ആകാം. സോ അതാണ് അപ്പോഴാണ് ഇത് പറയുന്നത് ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത സ്റ്റേറ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ വരുന്ന ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണെങ്കിൽ 20 lakh അല്ലെങ്കിൽ 10 lakh വരെ എക്സംഷൻ ഉണ്ട്. അതർ ഗുഡ്സ് ആണെങ്കിൽ ₹1 പോലും, ₹1 വരുന്നതെങ്കിൽ പോലും എന്ത് ചെയ്യും? ടാക്സ് ലയബിൾ ടു ബി ഗെറ്റ് രജിസ്റ്റേർഡ്. ഓക്കെ, സെക്ഷൻ 24. ഓക്കെ, സെക്ഷൻ 24. സോ കമ്പൽസറി രജിസ്ട്രേഷൻ വേണ്ട കേസാണ്. കമ്പൽസറി രജിസ്ട്രേഷൻ വേണ്ട കേസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പേഴ്സൺ മേക്കിംഗ് interstate taxable supply. Okay, so ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഇന്റർസ്റ്റേറ്റ് സപ്ലൈയുടെ കേസിലെ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ 23 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 23 നമ്മൾ പറഞ്ഞു. അപ്പോൾ സോ ഇതിനകത്ത് ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ നമുക്കൊരു എന്തൊക്കെ എക്സംഷൻ കൊടുക്കാം അല്ലെങ്കിൽ എക്സെപ്ഷൻസ് കൊടുക്കാം? Exemption. So taxable supply of
സർവീസസ് ഓൾറെഡി നമ്മൾ 23 പറഞ്ഞാണ് ആണെങ്കിൽ അപ് ടു 20 lakh or 10 lakh സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 10 lakh. സോ മിസോറാം, മണിപ്പൂർ, മിസോറാം, ത്രിപുര ആൻഡ് നാഗാലാൻഡ് ആണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. ദെൻ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ടിഫൈഡ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിലും അവിടെയും എത്ര വരും, 20 lakh അല്ലെങ്കിൽ 10 lakh വരെ എക്സംഷൻ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, സോ ഒരു ഞാനൊരു പേഴ്സൺ ആണ്, ഒരു ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് കൊടുക്കുകയാണ് അതർ ദാൻ നോട്ടിഫൈഡ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണെങ്കിൽ ഞാൻ 1 രൂപ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തിയാലും ഐ ആം കമ്പൽസറി രജിസ്ട്രേഷൻ. ദാറ്റ് മീൻസ് എന്താണ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഈ 2 എക്സംഷൻ കഴിച്ചാൽ ബാക്കി എല്ലാവരും സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, കമ്പൽസറി രജിസ്ട്രേഷൻ. അവിടെ എന്തൊന്നും നോക്കില്ല, ഈ പറയുന്ന ലിമിറ്റ് ഒന്നും തന്നെ അഗ്രിഗേറ്റ് ചെയ്യണോ ലിമിറ്റും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ നോക്കില്ല. കമ്പൽസറി രജിസ്ട്രേഷൻ ദാറ്റ് മീൻസ് ഇന്റർ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ടാക്സബിൾ സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ 2 എക്സംഷൻ കിട്ടാത്തവരെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം, ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ GST. കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. ദെൻ സെക്കൻഡ് വൺ നമ്മൾ ഓൾറെഡി 23 ഡിസ്കസ് ചെയ്താണ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ making taxable supply, however threshold limit of 20 lakhs 10 lakh as special category states, supply of notified handy. So casual taxable person എന്താണ്, ഒരേ ഒരു എക്സംഷൻ ആണുള്ളത്, സപ്ലൈ ഓഫ് നോട്ടിഫൈഡ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് up to 20 lakh or 10 lakh as the case may be. That means where so supply taxable supply of services ulla casual taxable person endine liable aayikkum, compulsorily registered under section 24. Okay. Then third one, person who is required to pay tax under reverse charge inward supplies received. Okay. So person റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഇൻവേർഡ് സപ്ലൈ. സോ ഇൻവേർഡ് സപ്ലൈ മീൻസ് എന്താണ്, റെസിപ്പിയന്റ് ഓഫ് സപ്ലയർ ആണ് ദിസ് പേഴ്സൺ. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ അയാൾക്ക് ടാക്സ് അടക്കേണ്ടി വരികയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കണം, കമ്പൽസറിലി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഓക്കെ, കമ്പൽസറിലി രജിസ്ട്രേഷൻ. ഓക്കെ, ദെൻ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് taxable supply. So ഒരു നോൺ റെസിഡന്റ് ആണ്, ഇന്ത്യയിൽ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫിക്സഡ് റെസിഡന്റ് സോ ഒന്നുമില്ല, ബട്ട് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യുവാണ്, ഒരു ടാക്സബിൾ സപ്ലൈ ചെയ്യുവാണെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കണം, കമ്പൽസറി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Then e-commerce, every e-commerce who is required to collect tax under section, so e-commerce operator required to collect tax under section 52 means any person who wants operate manage digital. So നമ്മൾ ECO already discuss ചെയ്തിരിക്കുന്നതാണ്. So every ECO who is required to collect tax under section 52, then a person who supply goods or services or other than supplies specified under section 9 subsection 5 through such ECO who is required to collect tax under section 52. However, threshold limit of 20 lakhs 10 lakhs as the case may be state of Mizoram, Manipur is available in case of supply of services. Okay. So ECO through services കൊടുക്കുകയാണെങ്കിൽ മാത്രം എന്താണ് 20 lakh അല്ലെങ്കിൽ 10 lakh എന്നുള്ള ആ ഒരു ലിമിറ്റ് കിട്ടും. ബാക്കി കേസസിനെല്ലാം തന്നെ എന്താണ്, ഈ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് എന്ത് ചെയ്തിരിക്കണം, compulsory registration. Then a person who is deduct tax under section 51 whether or not separately registration under this. So where separate registration ഉണ്ടെങ്കിൽ പോലും not separately registered under, registered ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും
section 24 പ്രകാരം എന്താണ് compulsory registration വേണം. Person required to be deduct tax under section 51. Okay. Then next one, person who make taxable supply of goods or service or both on behalf of another taxable person, whereas an agent or otherwise. Okay. So ഒരു ഏജന്റ് ആയിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലോ ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ കൊടുക്കുന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പൽസറി രജിസ്ട്രേഷൻ. ദെൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, വെദർ not separately, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്താണ് കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. ദെൻ every person supplying online information and database access or retrieval OIDAR services from a place outside India to a person in India other than a registered person. Okay. So online information and database access and retrieval services from a place outside India to a person in India other than a registered person. Registered person ആണെങ്കിൽ അയാൾ ടാക്സ് കളക്ട് ചെയ്യാറുള്ളതാണ് other than a registered person എന്ന് പറഞ്ഞിരിക്കുന്നത്. Then person who are required to pay tax under reverse charge under section 9 subsection 5. 9 subsection 5 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ required to pay tax under reverse charge mechanism. The next one, such other person or class of person as may be notified by government on the recommendations of the council. Okay. So that means ആർക്കൊക്കെയാണ് കമ്പൽസറി രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 24 വേണ്ടത്? ഇന്റർസ്റ്റേറ്റ് സപ്ലയർക്ക് 2 എക്സംഷൻ. ദാറ്റ് മീൻസ് സർവീസ് ആണെങ്കിൽ 20 lakh വരെയും അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ 10 lakh. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആകുന്നുണ്ടെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് നോട്ടിഫൈഡ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സിന് മാത്രം, ബാക്കി എന്താണെങ്കിലും എന്താണ് കമ്പൽസറിലി രജിസ്ട്രേഷൻ വേണം. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഇൻവേർഡ് സപ്ലൈ കിട്ടുന്നവർ, non-resident taxable person making taxable supply, then e-commerce operators under section 52 deduct ചെയ്യുന്ന collection of tax. Then services ആണെങ്കിൽ 20 lakh 10 lakh എന്ന് പറഞ്ഞുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. If it exceeds that, PCO has to compulsorily register. Person so 51 പ്രകാരം ടാക്സ് ഡിഡക്ട് ചെയ്യുന്നവർ സോ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ പോലും കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. Person who makes taxable supply or goods or both on behalf of, so agent ആയിട്ടോ otherwise ആണെങ്കിലും taxable, so that means exclusive ആയിട്ടുള്ള ഷോപ്പ് ഒക്കെ ആണെങ്കിലും അവർക്കും എന്ത് വേണം? രജിസ്ട്രേഷൻ വേണം എന്ന് പറയുന്നതാണ് ആ പോയിന്റ്. Person who makes taxable supply of goods or service or both on behalf, okay, input service distributorക്ക് compulsory registration വേണം. Every person supplying online information through database OIDAR അവർക്കും വേണം. So ഇന്ത്യക്ക് outside India to a person in India who is not a registered person other than a registered person. Okay, then person who are required to pay tax under reverse charge under section 9 subsection 5. And last one, such other person or class of person as may be notified by government. So government എപ്പോഴും നോട്ടിഫൈ ചെയ്യുന്നത് കൗൺസിലിന്റെ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ വെച്ചിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഏരിയ. സെക്ഷൻ 22, സെക്ഷൻ 23, section 24. Okay, so 22 il person liable to be registered, 23 il not liable to be registered, 24 il compulsory. Okay, compulsory registration വേണ്ട ആൾക്കാരെ കുറിച്ച് പഠിച്ചു. സോ ഇത്രയാണ് സെക്ഷൻ 22 ഫസ്റ്റ്, സെക്ഷൻ 22, 23 and 24. സോ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. Examine with reason whether registration is required. Registration വേണമെന്നുള്ളത്. A. Computers of Gujarat is providing computer maintenance service. Aggregate turnover of A computers is 15 lakhs, which comprises both interstate and intrastate supply. Okay, so both interstate and intrastate supply. So നമുക്ക് നോക്കിയാൽ അറിയാം, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 15 lakh ആണ്. സോ സെക്ഷൻ 22 പ്രകാരം എന്ത് വരത്തില്ല, ലിമിറ്റിനകത്ത് വരത്തില്ല. സോ സെക്ഷൻ 24 നോക്കുമ്പോഴത്തേക്കും ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഉണ്ട്, ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ 15 lakh എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലായതുകൊണ്ട്
20 lakh ആണ് നമുക്ക് ലിമിറ്റ് വരുന്നത്. 15 lakh എന്ന് പറഞ്ഞാൽ സെക്ഷൻ 22 പ്രകാരം രജിസ്ട്രേഷൻ വേണ്ട ലിമിറ്റിൽ താഴെയാണ്. ബട്ട് ഇനി ഒന്ന് ശ്രദ്ധിക്കാം, interstate supply of services. So supply of services ആണ് providing maintenance service agreed turnover comprises both interstate and intrastate. Okay, so നോക്കിയാൽ അറിയാം, registration compulsory for suppliers engaged in interstate supply, however notification. Okay, number threshold limit 20 lakh or 10 lakh in special category state Mizoram, Tripura, Manipur, Nagaland and Tripura is available in case of interstate supply. Okay, so നമുക്ക് ഇവിടെ എത്രയുണ്ട്? 20 lakhs ഉണ്ട്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് അല്ല. സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ എത്ര വരെ ആകാം? ഇന്റർസ്റ്റേറ്റ് 20 lakh വരെ ആകാം. സോ ഇവിടെ എത്രയേ വരുന്നുള്ളൂ? രണ്ടും കൂടെ ചേർത്ത് 15 lakh വരുന്നുള്ളൂ. സോ നോട്ട് റിക്വയർഡ് ടു ബി ഒബ്റ്റൈൻ കമ്പൽസറി. സോ സെക്ഷൻ 22 പ്രകാരവും 24 പ്രകാരവും രജിസ്ട്രേഷൻ വേണ്ട. The next one, Soft Wings of West Bengal exclusively trading in garments. Okay, so that means supply of goods loan. Supply its taxable goods in the various states of India from its outlet of West Bengal. Okay, so West Bengal il ninnu aggregate turnover 35 lakhs പറഞ്ഞിരുന്നു. So ഇവിടെ സെക്ഷൻ 22 പ്രകാരം 40 lakhs ആണ്. ഓക്കെ, സെക്ഷൻ 22 പ്രകാരം നമുക്ക് എത്രയാണ്? എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ 40 lakh വരെയും സെക്ഷൻ 22 പ്രകാരം രജിസ്ട്രേഷൻ വേണ്ട. പക്ഷേ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയിൽ നമുക്ക് എക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? സ്പെസിഫൈഡ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആയിരിക്കണം. അല്ലാത്തത് നമുക്ക് 1 രൂപയ്ക്ക് പോലും നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തിയാൽ ഇറ്റ് വിൽ ബി liable to be get registered under compulsory registration under section 24. So threshold limit of state West Bengal for 40 lakhs. However, registration is compulsory. So section 22 പ്രകാരം കുഴപ്പമില്ല. ബട്ട് സെക്ഷൻ 24 എടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? interstate supply of goods aggregate interstate supply of goods. The threshold exemption is not available in case of interstate supply of taxable goods. Okay, so other than handicraft, specified handicraft goods എന്ന് വെച്ച് ബാക്കി എല്ലാത്തിനും എന്താണ്? 1 രൂപയ്ക്ക് പോലും ഇന്റർസ്റ്റേറ്റ് സപ്ലൈ നടന്നാൽ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. Therefore, section 24 പ്രകാരം എന്താണ്? Required to obtain registration compulsory, registration mandate ചെയ്യുന്നുണ്ട്. Okay, so ഇത്രയാണ് നമ്മുടെ section 22, section 23 and section 24. Okay, section 22 നമ്മൾ ഇതിന്റെ ബേസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടേൺ ഓവറിന്റെ ബേസിസിൽ സെക്ഷൻ 22. സോ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ 22. സോ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്, ദെൻ 20 വരുന്നത്, ദെൻ 40 വരുന്ന സ്റ്റേറ്റ്സ്. സോ ജമ്മു, ആസാം, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ് ആൻഡ് അതർ സ്റ്റേറ്റ്സ്. സോ നമ്മളിപ്പോൾ ചെയ്ത കേരള, നമ്മുടെ ഗുജറാത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? വെസ്റ്റ് ബംഗാൾ ആണെങ്കിലും ഒക്കെ എന്തിനകത്ത് വരും? അതർ സ്റ്റേറ്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ 40 lakhs എടുത്തത് എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ദെൻ നമ്മൾ എന്തിലേക്ക് വന്നു? 24 വന്നിട്ട് ഇന്റർ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ, ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ 1 രൂപയുടെ ടാക്സബിൾ സപ്ലൈ വന്നാലും കമ്പൽസറിലി രജിസ്ട്രേഷൻ വേണം. സോ ഇത്രയാണ് സെക്ഷൻ 22, 23 ആൻഡ് 24. സോ റിമൈനിങ് 25 to 30 നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.